Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വർണ്ണ ചായയാണ്. സ്വർണ്ണ ചായ സ്വർണ്ണൊന്നും കൊണ്ടുണ്ടാക്കുന്നതല്ല, മഞ്ഞൾപ്പൊടി ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ഈസി ചായയാണ്. ഹൽദി മിൽക്ക് എന്നോ ടർമറിക് ടീ എന്നൊക്കെ പറയാം. എനിക്ക് അലർജി ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം ആയുർവേദ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ് നമ്മുടെ സാധാ ചായക്ക് പകരം ഇത് ഡെയിലി രാവിലെ കുടിച്ചു നോക്കാൻ. ട്രൈ ചെയ്ത ശേഷം എനിക്ക് നല്ലൊരു ചേഞ്ചാണ് ഉണ്ടായത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ ഇത് വളരെ നല്ലതാണ്. അലർജിയൊന്നും പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യുന്നതല്ല, പക്ഷെ നമുക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ കോവിഡ് സിറ്റുവേഷനിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്ത് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ സ്വർണ്ണ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് 250 ml പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അതേ അളവിൽ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. 250 ml, അതായത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ നമുക്ക് കപ്പ് എടുക്കാം, വെള്ളം ആഡ് ചെയ്യുവാണ്. അതായത് പാലും വെള്ളം ഒരേ അളവിന് എടുക്കുവാണ്. ഇത് 2 പേർക്ക് കുടിക്കാനുള്ളതാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത്. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ ഫുൾ പാലിലുണ്ടാക്കുന്നതിനെക്കാട്ടിലും പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കഫത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പാൽ കുടിക്കുമ്പോൾ അത് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുടിക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. ഇനി നമ്മളിതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി നമ്മൾ ഫ്രഷ് ആയിട്ട്, അതായത് നമ്മൾ ഈ പാക്കറ്റിൽ വരുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യരുത്. അത് ഫുൾ മായം ചേർത്തതാണ്. ഇത് നമുക്കല്ലാതെ മഞ്ഞൾ പൊടിച്ചത് മില്ലിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ നല്ല മഞ്ഞൾപ്പൊടി വേണം യൂസ് ചെയ്യേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂണിൻ്റെ പകുതി ജീരകം പൊടിച്ചതാണ്. ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ മഞ്ഞ ചായ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്, നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമുക്കിത് ഓഫ് ചെയ്യാം. ന്യൂട്രീഷൻ, ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇഷ്ടമാണെങ്കിൽ ഹോൾസം ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ചായ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെ അളവ് കുറച്ച് മാറി നിന്ന് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ കൂടുതലും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു ചെവ വരും, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഒരു കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയും മെയിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു ഹെൽത്തി വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ, ബൈ.